ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരുടെയും ശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് വീട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ പുതിയ വീട്ടിലോട്ട് വാങ്ങിയ ഐറ്റംസാണ് ഞാൻ ഈ ഇടക്കടക്കായിട്ട് കൊണ്ടുവയ്ക്കുന്നത്. 1-2 മാസം എടുത്ത് ഓർഡർ ചെയ്ത ഐറ്റംസാണ് കേട്ടോ. പക്ഷേ ഇതുവരെ ഒരു സാധനം ഞാൻ പൊളിച്ച് നോക്കിയിട്ടില്ല, വലിയ ബോക്സുകളൊന്നും തൊട്ട് നോക്കിയിട്ടില്ല. ഇന്ന് വീഡിയോയിൽ കാണിക്കുന്ന കുറച്ച് കുട്ടി ഐറ്റംസ് മാത്രം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പല സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ളതാണ്. എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആദ്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഏതെങ്കിലും ഒന്നും പറ്റാതെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ പോലും ഇല്ല. റിട്ടേൺ വിൻഡോ ഒക്കെ അവസാനിച്ചിട്ടുണ്ടായിരിക്കട്ടെ. അപ്പോൾ ഈ ഒരു കവറിൽ കൊണ്ടുവരുന്ന ഐറ്റംസ് ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോരോ വീഡിയോസ് ആയിട്ട് ചെയ്യാം. ഇന്ന് കുറച്ച് ഐറ്റംസ് കാണിച്ചു തരാം കേട്ടോ. ഇത് വാങ്ങിയിട്ടുള്ളത് നല്ല ക്യൂട്ട് കുട്ടി ഐറ്റംസ് ആണ്. ആമസോണിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. ആമിയുടെ സ്റ്റഡി ടേബിളിലോട്ട് നമ്മൾ ഡെക്കറേറ്റീവ് പർപ്പസിനും അല്ലാണ്ടും ഒക്കെ ഓർഡർ ചെയ്തിട്ടുള്ള കുഞ്ഞു ഐറ്റംസ് ആട്ടോ. ഇത് വന്നിട്ട് നല്ല റെയിൻബോ പാറ്റേണിൽ വരുന്ന ബോഹോ സ്റ്റൈലിലുള്ള ഒരു ഫ്ലോർ മാറ്റാണ് കേട്ടോ. ഇപ്പോൾ ഇതൊക്കെയാണല്ലോ ട്രെൻഡ്. നിങ്ങൾ പുതിയ വീടും കാര്യങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡിൽ വരുന്ന ഫ്ലോർ മാറ്റുകളൊക്കെ ഇങ്ങനത്തെയാണ് കേട്ടോ. കുറേ പാറ്റേൺസും അങ്ങനെയൊക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ളത്. ഇതാകുമ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും. അവരുടെ സ്റ്റഡി ടേബിളിൻ്റെ അടുത്ത് ഞാൻ സെറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ട് ഓർഡർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ പിന്നിലൊക്കെ നല്ല ഗ്രിപ്പുള്ള ടൈപ്പാണ് കേട്ടോ. നെക്സ്റ്റ് വൺ വന്നിട്ട് അഗെയിൻ ഒരു ഫ്ലോർ മാറ്റ് തന്നെയാണ്. ഇത് ഓർഡർ ചെയ്യുന്ന സമയത്ത് ആമിക്കുട്ടി എൻ്റെ അടുത്തുണ്ടായിരുന്നു കേട്ടോ. ഇത് തന്നെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളതാണ്. ഇത് അഗെയിൻ നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ളൊരു ഫ്ലോർ മാറ്റാണ്. ഇങ്ങനെ കാർട്ടൂൺ ടൈപ്പിൽ വരുന്ന ഫ്ലോർ മാറ്റുകളും അതുപോലെ 3D ടൈപ്പൊക്കെ ഇപ്പോൾ ഒത്തിരി അവൈലബിൾ ആണ് കേട്ടോ. ഫ്രണ്ടിൽ നല്ല സോഫ്റ്റാണ്, ബാക്കിൽ നല്ല ഗ്രിപ്പ് ഉണ്ട്. നല്ല അടിപൊളി ഒരു ക്യൂട്ടായിട്ടുള്ളൊരു പൂച്ചക്കുട്ടിയാണ് കേട്ടോ. അവളുടെ സ്റ്റഡി ടേബിളിൻ്റെ അവിടേക്ക് സെറ്റ് ചെയ്യാമെന്ന് കരുതി ഞാൻ വാങ്ങിയതാണ്. പുറകിൽ നല്ല ഗ്രിപ്പുള്ളതുകൊണ്ട് കുട്ടികൾ എത്ര ഓടി കളിച്ചാലും സ്ലിപ്പാവുന്ന ടൈപ്പൊന്നും അല്ല കേട്ടോ. കിഡ്സ് റൂമിലോട്ടും ഒക്കെ നമുക്കിത് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ 2 മാറ്റി ഇടാലോ എന്ന് കരുതിയിട്ട് അങ്ങനെ വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അടുത്തത് വന്നിട്ട് ഒരു മാസ്റ്റർ പീസ് ആയിട്ടാണ് കേട്ടോ. വേറെ ഒന്നല്ല, ഗ്രാമോഫോണാണ്. നമ്മുടെ പണ്ട് കാലത്തെ വീടുകളിലൊക്കെ യൂസ് ചെയ്തിരുന്നതിൻ്റെ ഒരു മിനി വേർഷനാണ് കേട്ടോ. ഇതിപ്പോൾ ഡെക്കറേറ്റീവ് പീസ് ആയിട്ടാണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കുഞ്ഞിത് കേട്ടോ. നല്ല പാക്കേജിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. എനിക്കിത് കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഏതെങ്കിലും ടേബിളിൻ്റെ മേലെയൊക്കെ സെറ്റ് ചെയ്ത് വെക്കാമെന്ന് കരുതിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. ക്വാളിറ്റിയും ഓക്കെയാണ്, കുഴപ്പമില്ല. വലിയ വിലയും കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. ഇതിൽ വേറെ സൗണ്ട് എഫക്റ്റ് അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഒരു ഷോ പീസായിട്ടിട്ട് വെക്കാം കേട്ടോ. ഇങ്ങനെ പീസായിട്ട് നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഹെഡൊക്കെ നമുക്കിങ്ങനെ തിരിച്ച് വെക്കാം. എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ടായിട്ട് തോന്നി കേട്ടോ. ഇത് മെയിനായിട്ട് അമ്മയുടെ സ്റ്റഡി ടേബിളിൽ വെക്കാനെന്നുള്ള ഉദ്ദേശത്തോടെ അല്ലാട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. വേറെ എവിടെയായാലും നമുക്കിത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അടുത്ത ഐറ്റം മാറിയാൽ ശരിക്കും അമ്മിക്കുട്ടിയുടെ സ്റ്റഡി ടേബിളിലോട്ട് വേണ്ടി വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. ഇത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ടേബിൾ ലാമ്പാണ്. ഞങ്ങൾ ഇൻട്രസ്റ്റിൽ ഇങ്ങനെ സ്റ്റഡി ടേബിളിൻ്റെ മോഡൽ എടുത്ത് നോക്കിയപ്പോൾ ഇങ്ങനത്തെ ഒരു ലാമ്പ് മസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഈ പാണ്ട ബണ്ണി അങ്ങനത്തെ ഒക്കെ മോഡലിൽ കുറേ വൈറലായിട്ടുള്ള ഇങ്ങനെ ടേബിൾ ലാമ്പുകളില്ല, അതുപോലത്തെ ഒരെണ്ണമാണ്. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, പക്ഷെ നല്ല ക്യൂട്ടായിട്ടുണ്ട്. നല്ല പൗഡർ ഗ്രീൻ കളറിൽ വരുന്നുണ്ട്. ആ വൈറ്റ് ലൈറ്റ് നല്ല വെളിച്ചുണ്ട് കേട്ടോ. പിന്നെ താഴെ ഇങ്ങനെ ലൈറ്റ് മാറി വരും. ആമിക്കുട്ടിക്ക് ഇത് കണ്ടിട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു. 2 മോഡിൽ വരുന്നുണ്ട് ലൈറ്റ്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നല്ല ക്യൂട്ടായിട്ടില്ലേ. ഇത് ബാറ്ററി ടൈപ്പ് അല്ല കേട്ടോ. നമുക്കിത് ചാർജ് ചെയ്യാൻ പറ്റും. ചാർജ് ചെയ്യാനുള്ള കേബിളും കാര്യങ്ങളൊക്കെ കൂടെ തന്നെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ആയിട്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ സ്റ്റഡി ടേബിളിലോട്ട് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല സെൻറ്റഡ് കാൻഡിൽസ് ആണ്. എനിക്കിങ്ങനെ സെൻറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ കത്തിക്കാനുള്ള കുന്തിരിക്കം, അങ്ങനെ പുകയ്ക്കാനുള്ള സംഭവങ്ങൾ, സാമ്പ്രാണി അങ്ങനത്തെ ഒക്കെ ഒത്തിരി വാങ്ങുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല ലാവൻഡർ സ്മെല്ല് വരുന്ന ഒരു ബബിൾ എന്താ പറയുക കാൻഡിലാണ് കേട്ടോ. ബബിൾ ഷേപ്പിൽ വരുന്ന കാൻഡിലാണ്. എനിക്കിതിൻ്റെ ഷേപ്പ് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. അതും കത്തിച്ചപ്പോൾ അതിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടു കേട്ടോ, ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ. അപ്പോൾ കത്തി തീരണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി കത്തിച്ചതാണ്. അപ്പോൾ ഞാനതൊക്കെ ഒതുക്കെടുത്തി. ഇത് വേണമെങ്കിൽ നമുക്ക് സ്റ്റഡി ടേബിളിലോട്ടൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ. കുട്ടികൾക്ക് കുറച്ച് പോസിറ്റിവിറ്റി ഒക്കെ കിട്ടിക്കോട്ടെ. നെക്സ്റ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് എനിക്ക് അത്യാവശ്യം വേണ്ട ഒരു ഐറ്റം ആയിരുന്നു. നമുക്ക് കർട്ടൻസ് ഒക്കെ ഡ്രേപ്പ് ചെയ്തിടുന്ന അത്യാവശ്യം വൃത്തിയുള്ള ഐറ്റംസ്. നമ്മൾ ആദ്യമൊക്കെ ഈ ഹെയർ ബൺ ഉണ്ടല്ലോ, ഹെയറിലിടുന്ന ഉണ്ട അല്ലെങ്കിൽ സ്ക്രഞ്ചീസൊക്കെ വെച്ചിട്ട് ടൈ ചെയ്ത് വെക്കാറുണ്ട് കർട്ടൻസ്. അപ്പോൾ കർട്ടൻസ് ഒന്ന് ഡ്രേപ്പ് ചെയ്യാനായിട്ട് നല്ല ക്യൂട്ടായിട്ട് തോന്നുന്ന ഒരു ബോഹോ സ്റ്റൈലിൽ വരുന്ന ഫ്ലവർ ഷേപ്പിലുള്ള സംഭവങ്ങളാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതൊരു കവറിൽ നമുക്ക് 2 വരും. അതായത് ഒരു വിൻഡോയിലെ കർട്ടൻസ് നമുക്ക് സെറ്റ് ചെയ്യാം, അതായത് ഡ്രേപ്പ് ചെയ്ത് വെക്കാം. മൊത്തം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന 4 കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിലൊരു മെറ്റൽ വയറാണ് വരുന്നത്. അത് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് തിരിക്കാൻ മറിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മളിത് ക്ലോത്ത് ആണെങ്കിൽ ക്ലോത്ത് ഇങ്ങനെ നമുക്ക് പിടിച്ച് കെട്ടി വെക്കാം കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ വെക്കണമെന്നില്ല. കമ്പി ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് നീങ്ങില്ല. വേണമെങ്കിൽ ചുറ്റി വെക്കാം. എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് അഡ്ജസ്റ്റ് ചെയ്യാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഐറ്റം പറയുന്നത് ഒരു സെറാമിക് പോട്ടാണ് കേട്ടോ. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ഐറ്റമല്ല വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ഒരു പിങ്ക് ആൻഡ് യെല്ലോ ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് കിട്ടിയിട്ടുള്ളത് ഗ്രീനും വൈറ്റും ആയിരുന്നു. അതും പാറ്റേൺസ് ഇല്ലാത്ത ടൈപ്പായിരുന്നു. പക്ഷേ പൗഡർ പിങ്ക്, അതായത് നല്ല പീസ്റ്റൽ ഗ്രീനും വൈറ്റ് ആയതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ടായിട്ടുണ്ട്. സ്റ്റഡി ടേബിൾ കുറച്ച് ഗ്രീനറി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ലൈവ് പ്ലാന്റ്സോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സോ ഒക്കെ വെക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ.
എന്തായാലും സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഐറ്റംസ്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ബാക്കിയുള്ള പ്രോഡക്ട്സിൻ്റെ വീഡിയോ ആയിട്ട് അടുത്ത വട്ടം കാണാം. അതുവരെയ്ക്കും എല്ലാവരും നല്ല ഹാപ്പി ആൻഡ് ഹെൽത്തി ഇരിക്കുക. ബൈ.